വളരെ അടിപൊളിയായിട്ടുള്ള ഒരു പാക്കിങ് ഇന്നലെ ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് പറയാതെ വയ്യ. ആദ്യം അതിനെക്കുറിച്ച് ചെറിയ ഒരു വിവരണം തന്നതിന് ശേഷം ആ പാക്കിങ് നിങ്ങളെ കാണിക്കാം. പാക്കിങ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ലക്ഷങ്ങൾ മുടക്കുന്ന ആളുകൾക്ക് ഒരു പഠന വസ്തു തന്നെയായിരിക്കും ആ പാക്കിങ്. ഇവിടെ അത് പാക്ക് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിനുള്ളിലുള്ളത് ഒരു വേഫറാണ്. അതായത് നമ്മൾ കുറിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. പക്ഷേ ആ പാക്ക് ഞാൻ കണ്ടപ്പോൾ ഞാൻ അതിൽ വീണുപോയി എന്ന് വേണം പറയാനായിട്ട്. പക്ഷേ എനിക്ക് ഒട്ടും മനസ്സിലായില്ല. വളരെ കൃത്യമായിട്ട് ഞാൻ അല്പം ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ എന്നെ അട്രാക്റ്റ് ചെയ്തു. ഞാൻ അതിനടുത്ത് ചെന്നു, അവരോട് ആ പാക്ക് വാങ്ങി കയ്യിലെടുത്ത് നോക്കിയതിന് ശേഷമാണ് അതിനകത്തെ ട്രിക്ക് എനിക്ക് മനസ്സിലായത്. ആ ട്രിക്ക് വളരെ അടിപൊളിയായിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പാക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇനിയൊരു ടെൻഷൻ വേണ്ട. സാധനം സിപ്പ് പാക്കാണ്, അതായത് നമുക്ക് സീൽ ചെയ്യാവുന്ന സാധനം. അതിനകത്തെ സാധനം നമ്മൾ പുറത്തെടുത്താലും മിച്ചമുണ്ടെങ്കിൽ നമുക്ക് സീൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റാൻഡപ്പ് പൗച്ച് ആണത്. വളരെ അട്രാക്റ്റീവായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം. ഇതാണ് ആ സാധനം. ഇത് പാക്ക് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റമാണ്. ഇതിനകത്ത് ഇപ്പോഴും ഐറ്റം ഉണ്ട്, ഞാനത് എടുത്തില്ല എന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്തുള്ള ഐറ്റം വേഫറാണ്. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ പുറകെ വരുന്നുണ്ട്. ഈ പാർട്ടിയുടെ തന്നെ, അതായത് ആരുടെയാണോ അവരുടെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് മുമ്പോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഈ പാക്കിംഗ് ആണ് എന്നെ ആകർഷിച്ചത്. കാരണം ഇതിൽ അല്ലാതെ തന്നെ ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം എത്ര അട്രാക്റ്റീവാണ് പാക്കറ്റ് എന്നുള്ളത്. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് ആദ്യം പുതിയതായിട്ടൊരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പോകുമ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റ് ആകുന്നത് അല്ലെങ്കിൽ ഇംപ്രസീവ് ആകുന്നത് പാക്കിങ്ങിലാണ്. അതിനുശേഷമാണ് നമ്മൾ ആ പ്രോഡക്റ്റിലേക്ക് ആകർഷിക്കപ്പെടുന്നതും അത് വാങ്ങിക്കുന്നതും. ദെൻ നമ്മൾ അത് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മൾ ആ പ്രോഡക്റ്റ് നമ്മളുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. പാക്കിങ് വളരെ വലിയ ഘടകമാണ്. ഇതിപ്പോൾ സ്റ്റാൻഡപ്പ് പൗച്ചാണ്. ഞാൻ ഇന്നലെ ആലപ്പുഴയിലെ എക്സിബിഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ കണ്ട ഒരു സ്റ്റാൻഡപ്പ് പൗച്ചാണ് ഇത്. ഞാൻ അവിടെ നിന്ന് അതിനുവേണ്ടി മാത്രം ആ പ്രോഡക്റ്റ് വാങ്ങിക്കുകയുണ്ടായി. ആ വ്യക്തിയെ പരിചയപ്പെടുകയുണ്ടായി, അതിൻ്റെ ഓണറെ. അദ്ദേഹം പുതുതായിട്ട് തുടങ്ങിയ ഒരു ബിസിനസ്സാണ്. പക്ഷെ അദ്ദേഹം വിജയിക്കുമെന്ന് 100% എനിക്ക് ഗ്യാരണ്ടിയാണ്. ഞാൻ അദ്ദേഹത്തോടത് പറയുകയും ചെയ്തു. നിങ്ങളുടെ പ്രോഡക്റ്റ് വിജയിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം അത് ഏത് രീതിയിലാണ് എടുത്തത് എന്നെനിക്കറിയില്ല. പക്ഷേ ഞാനത് പ്രെഡിക്റ്റ് ചെയ്താണ്. 100%, 110% ആ വ്യക്തി ഈ പ്രോഡക്റ്റിൽ വിജയിച്ചിരിക്കും. അതിന് യാതൊരു വ്യത്യാസവുമില്ല. ഇവിടെ ഈ പാക്കിങ്ങിൻ്റെ മേന്മയാണ് ഏറ്റവും നല്ലത്. കാരണം അതിനുശേഷം ഞാൻ ആ പ്രോഡക്റ്റ് ഒരു ഫുഡ് ഐറ്റം തന്നെയാണ്, ഞാനത് രുചിച്ച് നോക്കുകയുണ്ടായി. അടിപൊളി പ്രോഡക്റ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ വരുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണ് എന്ന് പറയാം. നമുക്ക് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു പാക്കിങ് വേണമെങ്കിൽ നമ്മൾ ഓഫ്സെറ്റ്, റോട്ടോഗ്രേവർ പ്രിന്റിങ് അല്ലെങ്കിൽ ഫ്ലെക്സോ പ്രിന്റിങ് അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അവിടെ നമുക്ക് ഓരോ കളറിനും ചാർജ് ചെയ്യും. നമ്മൾ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് മുകളിലെ ഐ ബട്ടണിൽ കാണും, ഇല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. അപ്പോൾ ഓരോ കളറിനും ഓരോ സൈസിനും പ്രത്യേകം സിലിണ്ടർ, അങ്ങനെയുള്ള കാര്യങ്ങൾ സിലിണ്ടർ അല്ലാതെയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ അതിന് വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ചെലവ് കൂടുതലാണ്. ഇവിടെ വളരെ മിനിമം ആയിട്ട്, വളരെ സ്മാർട്ടായിട്ട്, വളരെ ബുദ്ധിപരമായിട്ട് ഈ പാക്കിങ്ങിൻ്റെ എക്സ്പെൻസ് ഒഴിവാക്കിയിരിക്കുകയാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഈ പാക്കിങ്ങിന് വളരെ തുച്ഛമായ റേറ്റേ വരുന്നുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, ആ പാക്കിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ പാക്കിംഗ് എവിടെ കിട്ടും എന്ന് നമ്മൾ മുമ്പോട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ അദ്ദേഹം ചെയ്തൊരു ട്രിക്കാണ് ഏറ്റവും അട്രാക്റ്റീവ്. അദ്ദേഹം ചെയ്തത് വൈറ്റ് കളറിലുള്ള സ്റ്റാൻഡപ്പ് പൗച്ച് വാങ്ങിച്ചു. അത് സീൽ ചെയ്ത, അകത്ത് അലുമിനിയം ഫോയിലുള്ള സ്റ്റാൻഡപ്പ് പൗച്ചാണ് വാങ്ങിച്ചത്. അത് വാങ്ങിയതിന് ശേഷം അതേ പ്യുവർ വൈറ്റിലുള്ള പേപ്പറിൽ അദ്ദേഹത്തിൻ്റെ മാറ്റർ പ്രിന്റ് ചെയ്തു. സ്റ്റിക്കർ പേപ്പറിൽ മാറ്റർ പ്രിന്റ് ചെയ്തു. ഈ സ്റ്റിക്കർ പേപ്പറിൽ പ്രിന്റ് ചെയ്ത മാറ്റർ കട്ട് ചെയ്ത് അദ്ദേഹം ഈ വൈറ്റിന്റെ മുകളിലോട്ട് ഒട്ടിച്ചതേ ഉള്ളൂ. നമുക്ക് ദൂരെ നിന്ന് മനസ്സിലാകത്ത പോലുമില്ല ഇത് സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയാണ് എന്നുള്ളത്. അടിപൊളി പാക്കറ്റ്, നിങ്ങളത് കാണണം. എന്നാൽ അടുത്ത് വന്ന് നമ്മൾ സാധാരണഗതിയിലുള്ള ആളുകൾക്ക് അത്രയും പോലും മനസ്സിലാവില്ല. നമ്മൾ അത് സ്ക്രൂട്ടിനി ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് അത് സ്റ്റിക്കർ പേപ്പർ ഒട്ടിച്ചിരിക്കുകയാണ് എന്നുള്ളത്. സാധാരണഗതിയിൽ ആളുകൾ അത് ശ്രദ്ധിക്കുകയില്ല. ആ പാക്കറ്റിൻ്റെ നൽപ്പ് ആ പാക്കറ്റിൻ്റെ പുറത്ത് തന്നെയുണ്ട്. അതിൽ ചെയ്തിരിക്കുന്ന ഡിസൈന്, അതിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൂടാതെ തന്നെ അത്ര അട്രാക്റ്റീവാണ്.
ഇത്തരത്തിലുള്ള പാക്കറ്റ് കുറേ കാലമായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇത്രയും കുറഞ്ഞ എക്സ്പെൻസിൽ. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് പറയാം. ഈ പാക്കറ്റ് മുമ്പോട്ട് കാണിക്കുന്നുണ്ട്. ആ പാക്കറ്റ് നമ്മൾ ബൾക്കായിട്ട് വാങ്ങിക്കണം. ഇതിപ്പോൾ 25 ഗ്രാമിൻ്റെ പാക്കറ്റാണ് നിങ്ങൾ കണ്ടത്. മറ്റുള്ള പ്രോഡക്റ്റ് ആകുമ്പോൾ അതിൽ കൂടുതൽ കയറും. ഇത് ഈ വേഫർ ആയതുകൊണ്ട് 25 ഗ്രാമേ അതിനുള്ളിലുള്ളൂ. ഓക്കെ, അപ്പോൾ ആ പാക്കറ്റ് ബൾക്കായിട്ട് വാങ്ങിച്ചതിന് ശേഷം ഇതുപോലെ നിങ്ങൾ DTP എടുക്കുന്നിടത്ത് അല്ലെങ്കിൽ ലേസർ പ്രിന്റിംഗ് എടുക്കുന്നിടത്ത് ചെന്നിട്ട് നിങ്ങൾക്ക് സ്റ്റിക്കർ പേപ്പറിൽ വളരെ GSM കുറഞ്ഞ സ്റ്റിക്കർ പേപ്പർ കിട്ടും. അതിൽ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്തെടുക്കാം. ആ പ്രിന്റ് ചെയ്ത പ്രിന്റ് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുക എന്ന് മാത്രമേ ചെയ്യാനുള്ളൂ. അടിപൊളി പാക്കറ്റ് നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ നമുക്ക് ഈ കവർ എവിടെ കിട്ടും, എത്രയാകും രൂപ എന്നൊന്ന് നോക്കാം. ഇവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്കിവിടെ ആ സ്റ്റാൻഡപ്പ് പൗച്ച് അവൈലബിൾ ആണ്. മാറ്റ് വൈറ്റ് സ്റ്റാൻഡപ്പ് പൗച്ച് എന്നാണ് അതിന് പറയുന്നത്. മാറ്റ് ഫിനിഷ് ആണ് അത്. ഇവിടെ 2.5 രൂപ പെർ പീസിന് നമുക്ക് കിട്ടും. 2.5 രൂപ പെർ പീസിന് കിട്ടും. 2.58 പെർ പീസിന് കിട്ടും. 1.99 പെർ പീസിന് കിട്ടും. 2.60 2 രൂപ പെർ പീസിന് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ആ ഫിനിഷിങ് ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ട്, ഈ ഫിനിഷിംഗ് ആണ് വരുന്നത്. എത്ര അടിപൊളി പാക്കിംഗ് ആണ് എന്ന് നിങ്ങളൊന്ന് നോക്കൂ. മറ്റേ ഞാൻ ഇട്ട ഫോട്ടോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, പക്ഷേ ഇവിടെ ക്ലിയർ ആയിട്ട് കാണുന്നതുകൊണ്ട് 2 രൂപയാണ് പെർ പൗച്ചിൻ്റെ വില വരുന്നത്. ഇത് സൈസ് അനുസരിച്ച് ഇതിൻ്റെ വില മാറിക്കൊണ്ടിരിക്കും. ഇത് ഓരോന്നിനും ഓരോ ക്വാണ്ടിറ്റി ഉണ്ട്. ആ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ഇതിൻ്റെ വില വരുന്നത്. ഓക്കെ, 3 രൂപ 9 പൈസയുടെ പാക്കറ്റ് ഉണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള പാക്കറ്റ് വേണമെങ്കിൽ 6 രൂപയുടെ പാക്കറ്റ് ഉണ്ട്. അത് നമുക്കിപ്പോൾ ഇവിടെ ആവശ്യമില്ല. പിന്നെ 3 രൂപയുടെ ഉണ്ട്, 2 രൂപ 70 പൈസ, 3 രൂപ, 5 രൂപ പെർ പാക്കറ്റ്, 3 രൂപ. ഇങ്ങനെയുള്ള കളർ ചേഞ്ച് ഉണ്ട്. ഞാൻ വൈറ്റ് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. വൈറ്റിൻ്റെ ഒരു അട്രാക്ഷൻ എടുത്ത് കാണിക്കാൻ വേണ്ടി വൈറ്റ് കാണിച്ചതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കളർ മാറിയുള്ള പൗച്ചുകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ ലിങ്ക്. അപ്പോൾ വളരെ സ്മാർട്ടായിട്ട് ചിന്തിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പാക്കിങ്ങിലൂടെ നിങ്ങളുടെ പാക്കിങ്ങിൻ്റെ കംപ്ലീറ്റ് പ്രോബ്ലംസ് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ ഈ പ്രോഡക്റ്റ് കണ്ടു, ഈ കവർ എവിടെ കിട്ടും, എത്രയാണ് ഇതിൻ്റെ രൂപ അല്ലെങ്കിൽ വില എന്നൊക്കെ ഉള്ളത് കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്കും അനുവർത്തിക്കാവുന്ന ഒരു കാര്യമാണ്. അടിപൊളി സാധനമാണ്. നിങ്ങളുടെ പ്രോഡക്റ്റ് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ്, മുളക്, മല്ലി, മഞ്ഞൾ ഇല്ലെങ്കിൽ വേഫേഴ്സ് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളാണ്. എയർ കടന്നു കഴിഞ്ഞാൽ പ്രശ്നമുള്ള പ്രോഡക്റ്റുകളാണെങ്കിൽ നിങ്ങൾക്ക് കൺസീൽഡ് പാക്കറ്റ് ആണ് കിട്ടുന്നത്, സിപ്പ് പാക്കറ്റ് ആണ് കിട്ടുന്നത്. ഇത്തരത്തിലുള്ള പാക്കറ്റിൽ വാങ്ങിക്കുന്നത് വളരെ നന്നായിരിക്കും. ഈ പ്രോഡക്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആദ്യം ഇതൊന്ന് ജസ്റ്റ് നോക്കണമെങ്കിൽ അതിനുള്ള ലിങ്ക് ആമസോണിലേക്ക് കൊടുത്തിട്ടുണ്ട്. അത് ബൾക്കല്ല, അതിന് അല്പം കോസ്റ്റ് കൂടുതലാണ്. കൂടാതെ ഇന്ത്യ മാർട്ട് പോലെയുള്ള സൈറ്റുകളിലെ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോസ്റ്റ് കുറച്ച് നിങ്ങളുടെ രീതിയിൽ ബൾക്കായിട്ട് ലഭിക്കുന്നതാണ്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങളുടെ സ്വന്തം റെസ്പോൺസിബിലിറ്റിയിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.